ഇന്ന് ചെറിയൊരു പാചക പരീക്ഷണം നടത്തി നോക്കുകയാണ്. ക്ലിക്കാവോ നോക്കാം. ആദ്യമായിട്ട് കുറച്ച് വെള്ളത്തിൽ അല്പം മഞ്ഞൾ കലക്കുന്നുണ്ട്. എന്നിട്ട് ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് കഴുകി വെച്ച ചിക്കൻ എടുത്ത് ഇട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചിക്കനൊക്കെ കഴുകി അതിലിട്ടിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കുന്നുണ്ട്. മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. കുരുമുളകും മഞ്ഞളുമാണ് ഇപ്പിട്ടത്. ഇനി അതിലേക്ക് വേണ്ട നമ്മുടെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ വെന്ത് വരുമ്പോഴേക്ക് പച്ചക്കറികൾ കട്ട് ചെയ്ത് ആ വെള്ളത്തിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഉള്ളത് കോളിഫ്ലവർ, പയർ, ക്യാരറ്റാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് ചിക്കനിട്ട് ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് നമ്മുടെ കയ്യിലുള്ള ചെറുനാരങ്ങ വാടിയിട്ടുണ്ട്. അതൊന്ന് ഉഷാറാകാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. 2 നാഴി ചോറ്റരിയാണ് അളന്നെടുത്തിരിക്കുന്നത്. അപ്പം ആ അരി വേവിക്കാൻ വയ്ക്കുകയാണ്. അരി കഴുകി റെഡിയാക്കി വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അരി വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനും പച്ചക്കറികളൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പം ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ചിക്കൻ മാറ്റി വെച്ച് അതിലേക്ക് വേണ്ട മസാലക്കൂട്ട്, മുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതിൻ്റെ നീര്, അല്പം തൈര് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും മറ്റും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് റൈസിനും ആവശ്യമാണ്, റൈസിലേക്കും ആവശ്യമുണ്ട്, പച്ചമുളകും ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം റൈസിലേക്കും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് അല്പം നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചിക്കനിലേക്ക്. എന്നിട്ട് ചിക്കനിലേക്ക് സവാള വഴറ്റി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് റൈസിലേക്ക് വേണ്ട മസാല ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ. അതിനുശേഷം സവാള മൂപ്പിച്ചിട്ട് ചിക്കൻ അതിലിട്ട്, ചിക്കനും മസാല ചേർത്ത ചിക്കൻ അതിലിട്ട് അല്പം ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കുകയും വേണ്ടു. എന്നാൽ ചിക്കൻ അത്യാവശ്യം വെന്തിരിക്കുമല്ലോ, നമ്മൾ ആദ്യം വേവിച്ചതാണല്ലോ. അതുകൊണ്ട് ചിക്കനിലെ മസാല ഒന്ന് സെറ്റാകും, ഒന്ന് ഫ്രൈ ആവാനും ഡ്രൈ ആവാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി എണ്ണയിൽ ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് അത് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് റൈസിലുള്ള പരിപാടി നോക്കാം. ഇപ്പം വഴറ്റിയ സവാളയിലേക്ക് മസാല ചേർത്ത് പുരട്ടി വെച്ച ചിക്കൻ ഏഡ് ചെയ്ത് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അത് ഡ്രൈ ആവാൻ വേണ്ടി നല്ലോണം അമർത്തി മൂടി വയ്ക്കാം. കുറച്ച് സമയം വെക്കേണ്ടു. ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ വേവിച്ചത് കൊണ്ട് തന്നെ. പിന്നെ റൈസും അപ്പോഴേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വാർത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ആദ്യം പച്ചക്കറികളും ചിക്കനൊക്കെ ഇട്ട് വേവിച്ച വെള്ളം അല്പം വറ്റാനായിട്ട് വയ്ക്കുക. അതിലേക്ക് വേണ്ട വറവും മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസിലേക്ക് സെറ്റ് ആവേണ്ട ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ അല്പം ഒരു 4-5 ചെറുനാരങ്ങ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ നീരൊക്കെ അപ്പോഴേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. നെയ്യില്ലാത്തതുകൊണ്ട് അല്പം വെളിച്ചെണ്ണയാണ് റൈസിനായിട്ട് ചേർത്തത്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ നീര് ഈ റൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെങ്കിലും ഇന്നത്തെ പാചക പരീക്ഷണം വളരെ ക്ലിക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ അല്പം വേസ്റ്റ് വരാറുണ്ട്. ഇന്ന് പാത്രമൊക്കെ നല്ല ക്ലീനായിട്ടുണ്ട്.